കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ചെറിയ കഫേ. വൈകുന്നേരം 5 മണിയായാൽ കഫേ മുഴുവൻ ആളുകളാൽ നിറയും. പക്ഷേ ഒരു മേശ മാത്രം ആരും ഉപയോഗിക്കില്ല. ജനാലയരികിലെ 7-ാം നമ്പർ ടേബിൾ. അത് എപ്പോഴും ഒഴിഞ്ഞുകിടക്കും. കഫേയിലെ പുതിയ ജീവനക്കാരനായ ആദിൽ ഇത് ശ്രദ്ധിച്ചു. ഒരു ദിവസം അവൻ മാനേജരോട് ചോദിച്ചു, "സാർ, ആ ടേബിളിൽ ആരെയും ഇരുത്താത്തത് എന്തുകൊണ്ടാണ്?" മാനേജർ പുഞ്ചിരിച്ചു. "വൈകുന്നേരം 6 മണിക്ക് മനസ്സിലാകും." അധ്യായം 2 അവൾ. കൃത്യം 6 മണിക്ക് ഒരു പെൺകുട്ടി കഫേയിലേക്ക് നടന്നുവന്നു. ഇളം നീല സാരി, മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി. അവളുടെ പേര് മീര. അവൾ നേരെ 7-ാം നമ്പർ ടേബിളിൽ ചെന്നിരുന്നു. 2 കപ്പ് കാപ്പി അവൾ ഓർഡർ ചെയ്തു. ആദിൽ അത്ഭുതപ്പെട്ടു. 2 കപ്പോ? അതേ. അവൾ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് അവൾ കുടിച്ചു. മറ്റേ കപ്പ് തണുത്തു. 1 മണിക്കൂറിനു ശേഷം അവൾ ബിൽ അടച്ചുപോയി. അധ്യായം 3. എല്ലാ വെള്ളിയാഴ്ചയും. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും അതേ സംഭവം. 2 കപ്പ് കാപ്പി. 1 കപ്പ് മാത്രം കുടിക്കും, മറ്റേത് തൊടില്ല. ഇത് മാസങ്ങളായി തുടർന്നു. ആദിലിന് കൗതുകമായി. അധ്യായം 4. സത്യം ചോദിച്ച ദിവസം. ഒരു ദിവസം ആദിൽ ധൈര്യത്തോടെ ചോദിച്ചു, "ചേച്ചി, എന്തിനാണ് എല്ലാ ആഴ്ചയും 2 കാപ്പി ഓർഡർ ചെയ്യുന്നത്?" മീര കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ശേഷം ചോദിച്ചു, "നിനക്ക് പ്രണയത്തിൽ വിശ്വാസമുണ്ടോ?" "ഉണ്ട്." "അപ്പോൾ ഇരിക്കൂ." അധ്യായം 5. 8 വർഷം മുമ്പ്. 8 വർഷം മുമ്പ് ഞാനും അർണവും ആദ്യമായി ഈ കഫേയിൽ കണ്ടുമുട്ടിയത്. ഞങ്ങൾ കോളേജ് സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് പ്രണയത്തിലായി. ഓരോ വെള്ളിയാഴ്ചയും അവർ ഈ മേശയിൽ ഇരിക്കും. 2 കപ്പ് കാപ്പി, ഒരേ കേക്ക്, ഒരേ സ്വപ്നങ്ങൾ. ഒരു ദിവസം അർണവ് അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, "നമ്മൾ വിവാഹം കഴിഞ്ഞാലും ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ വരണം." മീര ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അധ്യായം 6. ഒരു അപകടം. വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് അർണവ് ഒരു റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. 3 ദിവസം ആശുപത്രിയിൽ പോരാടി. പക്ഷേ അവൻ തിരിച്ചുവന്നില്ല. ഞാൻ ഇല്ലെങ്കിലും ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ മേശ ഒഴിഞ്ഞിരിക്കരുത്. ആ ദിവസം മുതൽ മീര എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വരും. 2 കപ്പ് കാപ്പി ഓർഡർ ചെയ്യും. ഒന്ന് അവൾക്കായി, മറ്റൊന്ന് അവളുടെ ഓർമ്മകൾക്കായി. അധ്യായം 8. ആദിലിന്റെ തീരുമാനം. ആ കഥ കേട്ട ശേഷം ആദിലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച മീര വന്നപ്പോൾ മേശയിൽ 2 കപ്പ് കാപ്പി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. "ആരാണ് ഇത്?" ആദിൽ ചിരിച്ചു. "ഇന്നു മുതൽ 2ാമത്തെ കാപ്പിയുടെ പണം വാങ്ങില്ല." "അതെ, അർണവ് സാറിന്റെ അക്കൗണ്ടിൽ." മീര ചിരിച്ചുകൊണ്ട് കരഞ്ഞു. അധ്യായം 9. ഒരു പുതിയ അധ്യായം. 2 വർഷം കടന്നു. മീര ഇപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും വരും. പക്ഷേ ഇപ്പോൾ ആദിലും അവളോടൊപ്പം കുറച്ചുനേരം സംസാരിക്കും. ജീവിതത്തെക്കുറിച്ച്, പുസ്തകങ്ങളെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്. മീര വീണ്ടും ചിരിക്കാൻ തുടങ്ങി. വീണ്ടും ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആദിൽ പറഞ്ഞു, "എനിക്ക് ഒരിക്കലും അർണവിന്റെ സ്ഥാനം എടുക്കാൻ കഴിയില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾക്ക് ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു." അധ്യായം 10. അവസാന വെള്ളിയാഴ്ച. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മീര വീണ്ടും കഫേയിൽ വന്നു. ഈ പ്രാവശ്യം അവൾ 1 കപ്പ് കാപ്പി മാത്രം ഓർഡർ ചെയ്തു. ആദിൽ അത്ഭുതപ്പെട്ടു. "2ാമത്തെ കാപ്പി വേണ്ടേ?" മീര ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. ചെറുമഴ പെയ്യുകയായിരുന്നു.
അവൾ പതുക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ അർണവിനെ സ്വപ്നത്തിൽ കണ്ടു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീര, എന്റെ കാപ്പി കുടിക്കാൻ ഞാൻ ഇനി വരില്ല. നീ ജീവിക്കണം, വീണ്ടും സ്നേഹിക്കണം. എന്നെ ഓർത്തുകൊണ്ടല്ല, നിന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട്. മീര ആദിലിന്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് ഞാൻ ജീവിതത്തെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ്. 1 വർഷത്തിനു ശേഷം. അതേ കഫേ, അതേ 7-ാം നമ്പർ ടേബിൾ. പക്ഷേ ഇത്തവണ 2 കപ്പ് കാപ്പിയുണ്ടായിരുന്നു. ഒന്ന് മീരയ്ക്ക്, ഒന്ന് ആദിലിന്. മേശയുടെ നടുവിൽ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം. അർണവിന്റെ ചിത്രം. അതിനു താഴെ ഒരു വരി മാത്രം. യഥാർത്ഥ പ്രണയം ഒരിക്കലും പുതിയ പ്രണയത്തിന് ശത്രുവാ. നന്ദി, അർണവ്. കാരണം ചില പ്രണയങ്ങൾ അവസാനിക്കുന്നില്ല. അവ മറ്റൊരാളുടെ ജീവിതം വീണ്ടും പൂക്കാൻ വഴിയൊരുക്കുകയാണ്. അവസാനം